നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയിൽ ഒരുപിടി നല്ല വേഷങ്ങൾ സമ്മാനിച്ച് പൊടുന്നനെ സിനിമയിൽ നിന്ന് പിൻവാങ്ങിയ ഒരു അഭിനേത്രിയാണ് JB ജംഗ്ഷനിൽ അതിഥിയായി വരുന്നത്. മുകുന്ദേട്ട, സുമിത്ര വിളിക്കുന്നു, ചിത്രം പോലുള്ള അനേക സിനിമകളിൽ വെട്ടിത്തിളങ്ങിയ രഞ്ജിനി. രഞ്ജിനിക്കൊപ്പം അവരുടെ ഭർത്താവ് പിയർ കോബാറയും JB ജംഗ്ഷനിൽ അതിഥിയായി വരുന്നു. ഇരുവരെയും നമുക്ക് JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. ഹായ് രഞ്ജിനി, ആപ്യ. നിങ്ങൾ രണ്ടുപേരെയും കൂടെ ഒരുപാട് കാലമായിട്ട് ഈ JB ജംഗ്ഷനിൽ കിട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. രഞ്ജിനി ഇടയ്ക്ക് വഴുതി കളിച്ചോ? അല്ല, എനിക്ക് പേടിയായിരുന്നു. എന്റെ അടുത്ത് എപ്പോഴും ചോദിക്കും, ഇവിടുന്ന് കോൾ വരുമ്പോ സാഷ JB വിളിക്കുന്നുണ്ട്, പോണോ? പോണെങ്കിൽ പോണ, കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാല്ലേ, കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാല്ലേ എന്ന് പറഞ്ഞാ ഇരുന്നേച്ചത്. ഇത്ര ഒരു സാധുവാണെന്നുള്ള കാര്യം Pierre, you know that, no? Yeah, I know. Couple of your friends know me very well. Yes, yes. So they would have told you actually. Yeah, they told me. പക്ഷെ അപ്പോഴും പറയും, ഒന്ന് സൂക്ഷിച്ചോളണം ബ്രിട്ടോസിനെന്ന്. അതെ, എല്ലാവരും അതാണ് പറയുന്നത് എന്റെ അടുത്ത്. കുറെ പേര് എന്നോട് പറഞ്ഞു ഒന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളെ സൂക്ഷിക്കണമെന്നാ പറഞ്ഞത്. ഓ, നമുക്കറിയാമല്ലോ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ. രഞ്ജിനി മലയാള സിനിമയില് അല്ലെങ്കിൽ തെലുങ്ക് സിനിമയിലെ അവിഭാജ്യ ഘടകമായിരുന്നു. ഒരിടയ്ക്ക് ഇങ്ങനെ ഒരുപാട് സിനിമകളിലൂടെ you may not have seen her all movies. കണ്ടിട്ടുണ്ട്, മോസ്റ്റ് ഓഫ് ദ മൂവീസ് ഞാൻ കണ്ടിട്ടുണ്ട്. രഞ്ജിനിയുടെ ആദ്യകാലം, രഞ്ജിനി എനിക്ക് തോന്നുന്നു എത്ര വയസ്സിലാണ് രഞ്ജിനി സിനിമയിലേക്ക് വന്നു? 15ാമത്തെ വയസ്സിൽ. ഒന്ന് ലോകം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് സിനിമയുടെ ഗ്ലാമറിലേക്ക് വന്നു. ആക്ച്വലി എൻ്റെ പാരൻസ് ഹോബി ആയിട്ട് ഫിലിം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ആ സമയം ഐ തിങ്ക് 80s ഭാഗ്യരാജ് അങ്കിളാണ് ആദ്യം വന്നത്. അപ്പോൾ പുള്ളിക്കാരൻ കണ്ടിട്ട്, അപ്പോൾ ഐ വാസ് ഓൺലി ലൈക്ക് 12 or 11 years old. 12 വയസ്സിൽ ഭാഗ്യരാജ് പറഞ്ഞു. അപ്പോൾ കണ്ടിട്ട് അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഏതോ ചിന്ന വീടിന് ഒരു പടമുണ്ട്, ഒന്ന് ആക്ട് ചെയ്യാമോ? അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു പറ്റില്ല, വി ഡോണ്ട് വാണ്ട്. പഠിച്ചോണ്ടിരിക്കുകയാണ് മോള്, സ്വാഭാവികമായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ വീട്ടിൽ വന്നപ്പോൾ കുറച്ച് ഫിലിംസ്, ഐ മീൻ സ്നാപ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയോ ആഫ്റ്റർ 2-3 years later went to ഭാരതരാജ സർ. അങ്ങനെയാണ് ഞാൻ ഫിലിമിലേക്ക് വരുന്നത്. അതൊരു വരവായിരുന്നു. നോക്കട്ടെ, കാണാം. അതിനുശേഷം ഒന്ന് രഞ്ജിനി ഇങ്ങനെ നോക്കി, ഇത് താൻ അത് സത്യം. അത് എപ്പോഴും ഞാൻ കാണുമ്പോ ചോദിക്കാറുണ്ട്, അത് തന്നെയല്ലേ എങ്ങനെ മാനേജ് ചെയ്യുന്നു അല്ലേ? They made me ugly. ബ്ലാക്ക് മേക്കപ്പ് ഇട്ട്, പിന്നെ എന്തൊക്കെയോ വിഗെല്ലാം വിട്ട്, പിന്നെ I don't know. അപ്പൊ ഞാൻ സാറോട് പറഞ്ഞു, എന്നെ സിംഗപ്പൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ട് എന്തിനാ സാറേ ഇങ്ങനെ എന്നെ ആക്കിയത്? ആരെങ്കിലും വിശ്വസിക്കോ ഞാൻ സിംഗപ്പൂരിൽ നിന്ന് വന്ന ആളെന്ന്? അല്ല, ഈ ക്യാരക്ടർ അങ്ങനെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഗ്ലാമർ ആയിട്ട് കാണിക്കാം. രഞ്ജിനി അപ്പം ഈ സിനിമയിലൂടെയാണ് സാക്ഷാത് രഞ്ജിനിയായി മാറുന്നത്. അതെ, അല്ലേ? പേര് മാറ്റി. ആരാണ് മാറ്റിയത്? സർ തന്നെ ആണ്, ഭാരതരാജ് സാർ മാറ്റി. എന്താ മൂപ്പരൊരു കാരണം ഒന്നും പറഞ്ഞില്ല, നിന്റെ പേര്? ഒരു റീസൺ ഉണ്ട്. പുള്ളിയുടെ എല്ലാ ഹീറോയിൻസും ഇൻട്രൊഡ്യൂസ് ചെയ്ത് സ്റ്റാർട്ട് ഫ്രം ആർ. രാധ, രേവതി, അങ്ങനെ എല്ലാവരും, രാധിക, അങ്ങനെ പുള്ളി കണ്ടുപിടിച്ചു. Naturally, yes, lucky only. Yes, of course, 100%. വരട്ടെ. മുതൽ മര്യാദയിൽ അഭിനയിക്കാൻ ഫസ്റ്റ് നിങ്ങളെ കണ്ടത് ഭാരതരാജയുടെ ഓഫീസിൽ വെച്ചാ. അപ്പോൾ നിങ്ങൾ സ്വീറ്റ് 16 years ക്യൂട്ട് ഗേളായിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ +2 കഴിഞ്ഞിട്ട് നേരെ സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോൾ എനിക്ക് ഏതൊരു പ്രാക്ടീസും ഇല്ലാണ്ട് വന്നപ്പോൾ you are helping me to do well in the movie, and such a sweet girl you are, full, and I wish you a prosperous and more success in your social life also. 3 പതിറ്റാണ്ട് മുമ്പ് രഞ്ജിനിക്കൊപ്പം അഭിനയിച്ച ആളാണ്. ഫസ്റ്റ് ഹീറോയാണ് മൂപ്പരത്രേ ഉള്ളൂ അന്ന്. രണ്ടുപേരും പ്രൊപ്പോർഷണലി. പുള്ളി പറഞ്ഞ പുള്ളിയുടെ ഫസ്റ്റ് മൂവിയാണ്, അതിൽ അഭിനയിക്കാൻ അറിയില്ല. ഹെൽപ്പ് ചെയ്തത് അല്ലെ, രണ്ടുപേരുടെ ഫസ്റ്റ് ആയിരുന്നു. അതെ. അപ്പൊ അതുകൊണ്ട് ഡിസ്കംഫീച്ചർ ഉണ്ടാവില്ല, ഒരു ഈവൻ ഗ്രൗണ്ടിലായിരിക്കും രണ്ടുപേരും നിന്നത്. പക്ഷെ രഞ്ജിനി അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് വലിയ ഹിറ്റാകാൻ പോകുന്ന പടമാണ്, നാളെ വെള്ളിത്തെരയിൽ സ്ഥിരമായിട്ട് താമസിക്കാൻ പോകുക എന്നുള്ളൊരു ധാരണ വല്ലതും ഉണ്ടായിരുന്നോ?
ഇല്ല ഞാൻ You just come and go, that's all. അല്ല ഈ ഫസ്റ്റ് 1 and ലാസ്റ്റ് മൂവി ആയിരുന്നു ബിക്കോസ് അങ്ങനെ തീരുമാനിച്ചു. അല്ല നേരത്തെ അങ്ങനെയാണ് ബിക്കോസ് ഞാൻ ഫിലിമിലേക്ക് വന്നത് ബിക്കോസ് ഓഫ് മൈ ഫാദറുടെ ആംബിഷൻ ആയിരുന്നു എന്നെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു പടത്തിലാவது ആക്ട്രസ് ആക്കണമെന്ന് ബിക്കോസ് ഐ വാസ് സ്റ്റഡിങ് അപ്പോൾ എനിക്ക് സ്റ്റഡീസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം rather than മൂവീസ്. അപ്പോൾ അച്ഛനക്ക് വേണ്ടി ഒരു പടം ചെയ്യാതാണ് വന്നത്. പക്ഷേ ഐ ഗോട്ട് സ്റ്റക്ക് ഇവിടെ. ഞാൻ വിചാരിച്ചു 2 weeks ഷൂട്ടിംഗ് തീരും, പക്ഷെ അത് 2 months ആയിപ്പോയി. പിന്നെ എൻ്റെ സിംഗപ്പൂരിൽ നമുക്ക് എക്സാം ടൈം മെയിലാണ്. സോ ഇഫ് വി മിസ് മെയ്, ഇനി അടുത്ത എക്സാം വിൽ ബി ജാനുവരിയിലാണ് ഫസ്റ്റ് ടേം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ മെയിൽ എക്സാം പോയി ബിക്കോസ് ഈ ഫിലിം തന്നെ 25th മെയിലാണ് നമ്മൾ ഷൂട്ട് തുടങ്ങിയത്. അപ്പോൾ ഇത് പോയല്ലോ. സോ ഐ സെറ്റ് ഓക്കെ ഒരു പടം ചെയ്തിട്ട് പോവാമെന്ന് വിചാരിച്ചു. പിന്നെ സാറ് വളക്കെ പറഞ്ഞു ഒരു പടം ചെയ്യാൻ പറ്റില്ല, പടം റിലീസ്ക്ക് മുമ്പ് തന്നെ നിനക്ക് ഒരുപാട് പടങ്ങൾ കമ്മിറ്റായി, അത് കാരണം കൊണ്ട് നിനക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഒരുപാടുപ്പെട്ട സിനിമ അഭിനേതാക്കളൊക്കെ ഒരു സിനിമയ്ക്കോ 2 സിനിമയ്ക്കൊക്കെയാണ് സിനിമയിലേക്ക് വരുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്നുള്ളത് രഞ്ജനിക്ക് അത് തന്നെയായിരുന്നു. ഒരു സിനിമ കഴിഞ്ഞിട്ട് പോകാന്ന്. പക്ഷെ പിന്നീട് ആരെ കൂടെ ശിവാജി ഗണേശന്റെ കൂടെയാണ് അഭിനയിച്ചു തുടങ്ങിയത്. അതായത് തമിഴിലെ മുടിചൂടാ മന്നന്മാരുടെ ഒപ്പം തോളോട് തോൾ ചേർന്ന് ഷി ആക്ടഡ്. ഈ ഇരിക്കുന്നത് വളരെ ഹംബിളായിട്ടാണ് ഇരിക്കുന്നത്. ഇടയ്ക്ക് ഇതൊക്കെ പറഞ്ഞ് പേരിനെ ഞെട്ടിക്കാറുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ഒരുപാട് പേരെ വട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ ഇത് സിനിമയിൽ അഭിനയിക്കുന്നവരെയാണോ അതെയോ യഥാർത്ഥ നിത്യജീവിതത്തിൽ ഇതുപോലെ തന്നെയായിരുന്നു? ഡയറക്ടർ ഭാരതരാജ സാറാണ് അങ്ങനെ അഭിനയിച്ച് കാണിച്ചത്. പുള്ളിക്കാരൻ എല്ലാം ചെയ്യണം, നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒബ്സർവ് ചെയ്താൽ മതി അങ്ങനെ. സോ പക്ഷേ ഈ പടത്തിൽ പുള്ളിക്കാരൻ എന്നെ ടെസ്റ്റ് ചെയ്തു. നീ ഒരു പടം കഴിഞ്ഞല്ലേ, ഇനി നീ ചെയ്ത് നോക്ക്. ഞാൻ തന്നെ സാറോട് പറഞ്ഞു എല്ലാം വില്ലേജ് ക്യാരക്ടേഴ്സാണ് ഞാൻ കൂടുതൽ തമിഴിൽ ചെയ്തത്. അപ്പോൾ ഇത് സെക്കൻഡ് മൂവി ഓൾസോ. അപ്പോൾ വലിയ ഡയലോഗ്സ്. പിന്നെ സാർ ഒരുപാട് ധൈര്യം കൊടുത്തു. ആൻഡ് ഹി സെഡ് നോ യു ക്യാൻ ഡു ഇറ്റ്, ഐ നോ യു വിൽ ഡു ഇറ്റ്. അങ്ങനെയാണ് ഇത് ചെയ്തത്. അപ്പോൾ സാർ തന്നെ പറഞ്ഞു കൊള്ളാം, ഓക്കെ. ഇന്നൊക്കെ ഈ പഴയ സിനിമയൊക്കെ എടുത്ത് കാണുമോ? വീട്ടിലെ ഏറ്റവും വലിയ ശല്യം അതാ. വീട്ടിൽ പഴയ സിനിമ മാത്രമേ ഇടുള്ളൂ. നിന്റെ അല്ല, എല്ലാവരുടെയും ഇവരുടെയും എല്ലാ പടങ്ങളും ഇങ്ങനെ ഇടലാണ് പരിപാടി. അപ്പൊ ഞാൻ എപ്പോഴും കിടന്നിട്ട് ഫൈറ്റ് ചെയ്യും. അതുകൊണ്ട് ഇപ്പൊ 2 TV വെച്ചിരിക്കണേ. തമിഴ് പഴയ മൂവീസ്, ഒന്ന് മലയാളം പ്രോഗ്രാംസ്, അങ്ങനെ 2 ഈ കഥാപാത്രത്തിന്റെ സിനിമകളൊക്കെ വരുമ്പോ എന്താണ് പേര് ഓഫാക്കിട്ട് പോവാതെ? ഇല്ല, അങ്ങനെ എങ്ങനെ ചെയ്ത അന്ന് എനിക്ക് പ്രശ്നമാണ്. പടം മാത്രം കാണാൻ ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞു. ഫുഡും അക്കോമഡേഷനും ഇല്ല. അതെ, മിക്കവാറും അതാണ് ചെയ്യുന്നത്. അല്ല, ഞാൻ തമിഴില് സാക്ഷയുടെ മൂവീസ് ഒന്നും അധികം കണ്ടിട്ടില്ല. ഞാൻ മലയാളത്തിലെ എല്ലാ മൂവീസും കണ്ടിട്ടുണ്ടായിരുന്നു, പഴയ മൂവീസ്. പക്ഷെ തമിഴില് ഞാൻ ഇവിടെ തന്നെ ഒരു മൂവീസ് എടുത്ത് കാണിച്ചു. ഇതിലൊക്കെ ഞാൻ ആക്ട് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കണ്ടുപോകുന്നത്. അതൊക്കെ നേരത്തെ കണ്ടിരുന്നെങ്കിൽ ചിലപ്പം ഇത് സംഭവിക്കില്ലായിരുന്നു. സിംഗപ്പൂരിൽ നിന്ന് വന്നിട്ട് ആക്ട് ചെയ്ത മാതിരി അല്ല പലരും ഞാൻ തമിഴ് കണ്ടപ്പോ എനിക്ക് തോന്നി. കാരണം എല്ലാം വില്ലേജ് ക്യാരക്ടർ റോൾസ് ഒക്കെ വളരെ നാച്ചുറൽ ആയിട്ട് ചെയ്തു. അപ്പൊ ഞാൻ ആലോചിച്ചത് നീ എവിടെ നിന്ന് പഠിച്ചു? സിംഗപ്പൂരിൽ വില്ലേജ് ഇല്ലല്ലോ, അതങ്ങ് ചെയ്തു എന്ന് പറയുമായിരുന്നു. മാത്രല്ല ഇത് കേരളവുമായിട്ടൊന്നും സാക്ഷിക്ക് അല്ലെങ്കിൽ രഞ്ജനിക്ക് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. പക്ഷെങ്കിൽ 85, അതായത് ഓൾമോസ്റ്റ് 3 പതിറ്റാണ്ട് മുമ്പ് മലയാള സിനിമയിലേക്ക് പറിച്ചിടപ്പെട്ടതാണ്. ഞാൻ കാണിച്ചു തരാം. 987 ഇന്നേക്ക് 30 വർഷം മുമ്പ്. അത് വെച്ച് രഞ്ജനിയുടെ വയസ്സാരും കണക്കൂട്ടരുത് കേട്ടോ പ്ലീസ്. വളരെ പ്രധാനപ്പെട്ട സംഗീതാത്മകമായ സ്വാധീനത്താൽ ലെനിൻ രാജേന്ദ്രന്റെ മുഴുനീള കഥാപാത്രമായിരുന്നു. രഞ്ജനി, മലയാളം കംഫർട്ടബിൾ ആയി തോന്നിയോ? സ്റ്റോറി വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ഡാഡോട് പറഞ്ഞു ഞാൻ ചെയ്യാം. അപ്പോൾ എനിക്ക് വേറെ പടങ്ങൾ കമ്മിറ്റായിരുന്നു. പിന്നെ ഞാൻ അത് ക്യാൻസൽ ചെയ്തിട്ട് ഒരു 4 തമിഴ് പടങ്ങൾ ക്യാൻസൽ ചെയ്തിട്ടാണ് ഞാൻ സ്വാതി തിരുനാൾ ചെയ്തത്. കാരണം ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് തമിഴിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല, ഓപ്പർച്യൂണിറ്റി ഇല്ല.
അവിടെ എപ്പോഴും ഈ ഡങ്കടക്ക അങ്ങനത്തെ പാട്ടല്ലേ. അപ്പോ ക്ലാസിക്കൽ വരുമ്പോ ഞാൻ തന്നെ പറഞ്ഞു അതെ അതെ അത് മതി. അപ്പൊ ഇങ്ങനെ വരുമ്പോ നോട്ട് ഓൺലി ദാറ്റ് ലെനിൻ രാജേന്ദ്ര സർ ഇസ് അവാർഡ് വിന്നിംഗ് ഡയറക്ടർ ഓൾസോ. അപ്പോ ഈ കഥ ലൈക്ക് വൺസ് ഇൻ എ ലൈഫ് ടൈം ആണ് വരുന്നത്. ബിക്കോസ് ഇതൊരു ട്രാവൻകൂർ രാജാവിന്റെ ഹിസ്റ്ററി. എനിക്ക് ഇഷ്ടം ഹിസ്റ്ററി സബ്ജക്റ്റ് ആയിരുന്നു. എൻ്റെ ആംബിഷൻ ഇസ് ടു ബിക്കം എ ഹിസ്റ്ററി ലെക്ചറർ, അല്ലെങ്കിൽ ഒരു ആർക്കിയോളജിസ്റ്റ് ആവണമെന്നാണ് എൻ്റെ ഡ്രീമായിരുന്നു. പക്ഷെ അതെല്ലാം വിട്ടുപോയി ഇങ്ങനെ വന്നല്ലേ. സോ എന്തായാലും ഐ തോട്ട് ഓക്കെ ബിക്കോസ് ഓഫ് ദാറ്റ് ഐ ഡിഡ് ദാറ്റ് മൂവി. കാരണം നല്ല സബ്ജക്റ്റ് വേറൊരു ടെസ്റ്റിൽ ആൾക്കാർ കണ്ടു തുടങ്ങി. വരട്ടെ. സ്വാതി തിരുനാൾ എന്ന് പറയുന്ന മലയാളത്തിലെ ആദ്യത്തെ രഞ്ജിനിയുടെ ചിത്രം. അപ്പോൾ വളരെ മനോഹരമായിട്ട് സ്വാതി തിരുനാൾ എന്ന ചിത്രത്തിൽ നൃത്തത്തിന് പ്രാധാന്യമുള്ള ആ വേഷം ചെയ്ത രഞ്ജിനി പിന്നീട് നൃത്തത്തിന് പ്രാധാന്യം നൽകാതെ ആ ഒരു മഹത്തായ കലയോട് പുറംതിരിഞ്ഞ് നിൽക്കുന്നതായിട്ടാണ് പിന്നീട് ഞങ്ങളൊക്കെ കണ്ടത്. അപ്പോൾ അതിൻ്റെ ആ പരിപൂർണമായ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് രഞ്ജിനിക്കും രഞ്ജിനിയുടെ ഭർത്താവായ പീറിക്കും ഒഴിഞ്ഞു മാറാനായിട്ട് കഴിയില്ല. അതിനെക്കുറിച്ച് എന്താണ് ആ കാലഘട്ടത്തിൽ സംഭവിച്ചത് എന്ന് അറിഞ്ഞാൽ കൊള്ളാം. രമേശ് അല്ലേ, നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ആണ്. പുള്ളി വളരെ വാലിഡായ ഒരു ചോദ്യം. തിരിഞ്ഞു നോക്കാൻ പേർ ഈ രഞ്ജിനി നൃത്തം ഉപേക്ഷിച്ചത് ഒരു മണ്ടത്തരമായിരുന്നു. മനഃപൂർവ്വം ഉപേക്ഷിച്ചായിട്ട് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചിട്ടാണോ അല്ല, ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്ന വളരെ കുറച്ച് കാലം അത് ഫുൾ പാക്ക് ഷൂട്ടിങ്ങാണ്. അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞ നൃത്തം ബന്ധപ്പെട്ട് ഒന്നും വരാഞ്ഞുകൊണ്ട് പുള്ളിക്കാരത്തി അത് കയറി. പുള്ളിക്കാരത്തി എല്ലാ ദിവസം ഈ ബിഗിനിങ് ഫസ്റ്റ് ഡേ തൊട്ട് നോക്കിയിരുന്നത് എന്ന് സിംഗപ്പൂരേക്ക് തിരിച്ചു പോകാന്നാ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിനു വേണ്ടിയിട്ട് ചാൻസ് ഉണ്ടാക്കാൻ പുള്ളിക്കാരത്തിന് ശ്രമിച്ചില്ല. ചാൻസ് ഇങ്ങോട്ട് വന്നില്ല. ഇവിടെ നിന്ന് അങ്ങ് വിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ UK യിലൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷീ നോട്ട് ഗോയിങ് ടു ഡു. അതായത് സാഹചര്യങ്ങളുടെ അതായിരിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് പേര് രഞ്ജിനി ഡാൻസ് തുടർന്നിരുന്നെങ്കിലുണ്ടല്ലോ രഞ്ജിനി ഈ പെൻസിൽ വലിപ്പത്തിലുണ്ടാവുമായിരുന്നു. സത്യം. ഞാൻ ഇന്നും പറയണ ഇന്നും ചാൻസ് ചെയ്താൽ ചിലപ്പോ അങ്ങനെ ആവാം വേണമെങ്കിൽ. പക്ഷെ ചെയ്യുമ്പോ ഗ്രൗണ്ട് ഫ്ലോറിൽ ചെയ്താൽ മതി. അതെ, ഫസ്റ്റ് ഫ്ലോർ നോക്കട്ടെ, കാണാം. രഞ്ജിനി ഇത് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഒരു കരിയർ ബ്രേക്ക് എന്ന് വേണമെങ്കിൽ രഞ്ജിനിക്ക് പറയാവുന്ന ഒരു സിനിമയാണ്. മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു. സുമിത്ര സാധാരണ മലയാള പ്രേക്ഷകരുടെ മനസ്സിൽ ചേക്കേറി. ആക്ച്വലി ഇത് ഈ പടം ചെയ്ത് തന്നെ ഇസ് ലൈക്ക് എന്താ പറയാ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യാനാണ്. കാരണം സ്വാതി തിരുനാൾ കഴിഞ്ഞിട്ട് പ്രിയദർശൻ ചിത്രമാണ് വന്ന് എന്നോട് സ്റ്റോറി പറഞ്ഞു. അപ്പൊ അതിന്റെ ഷെഡ്യൂൾ ജാനുവരിയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ശരിന് അതൊക്കെ നമുക്ക് ഡേറ്റ് കോൾ ഷീറ്റ് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹി കെയിം ബാക്ക് അഗെയിൻ. അപ്പൊ ഹി സെറ്റ് ഇങ്ങനെ ഒരു 10 days ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് മുകുന്ദേട്ട സുമിത്രയെ വിളിക്കുന്നു ഒരു പടമുണ്ട്, അത് ചെയ്യാമോ? അപ്പൊ ഞാൻ പറഞ്ഞു അത് എവിടെയോ ഷൂട്ട് ചെന്നൈയിലെ തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നോ പ്രോബ്ലം, നമുക്ക് ചെയ്യാമെന്ന്. അങ്ങനെയാണ് ആ പടം ചെയ്തത്. 10 days ഷൂട്ട് അല്ലേ? യെസ്, 10 days. ഇത് ഇത്ര ഒരു മേജർ ബ്രേക്ക് ആവുമെന്ന് ഒരിക്കലും ചിന്തിച്ചില്ലല്ലേ? ഇല്ല, ഞാൻ പറഞ്ഞല്ലേ, അപ്പോൾ എനിക്ക് ഒരുപാട് തമിഴ് പടങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഞാൻ മലയാളം ലൈക്ക് എന്താ പറയാ നല്ല റോൾസ് ഉണ്ടെങ്കിൽ, ബിക്കോസ് എനിക്ക് ലാംഗ്വേജ് ആണ് വലിയ പ്രശ്നം. ഡയലോഗ് റെൻഡർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതെ, സ്വാതി തിരുനാൾ ഞാൻ എസ്കേപ്പ് ചെയ്തു. കാരണം അത്ര ഡയലോഗ്സ് ഇല്ലല്ലോ. ലെനിൻ സാറോട് ഞാൻ ചോദിച്ച ഫസ്റ്റ് ചോദ്യം, സാറേ എനിക്ക് മലയാളം അറിയില്ല, സോ ഹൗ? ഐ സെ നോ പ്രോബ്ലം, എൻ്റെ ആർട്ട് മൂവിയാണ്, ഇങ്ങനെ തിരിഞ്ഞാൽ അങ്ങനെ തിരിഞ്ഞാൽ മതി. ഓക്കെ ഫൈൻ, അത് എസ്കേപ്പായി. പിന്നെ മുകുന്ദേട്ട വരുമ്പോൾ എനിക്ക് തന്നെ വരയ്ക്കാൻ തോന്നുന്നു ഇങ്ങനെ. അപ്പോൾ ലാലിനെ പോലെ ഒരാളുടെ പേരായിട്ടാണ് പോണേ. ലാലൊക്കെ വളരെ ഈസി ആയിട്ട് അഭിനയിച്ച് പോവാണ്. അതെ, ബട്ട് എന്താ പറയാ, ലാലേട്ടൻ പറയുമ്പോ ഒരു ഗെമ അങ്ങനെ ഞാൻ കണ്ടില്ല. ബിക്കോസ് ദ ഫസ്റ്റ് ടൈം ഞാൻ മീറ്റ് ചെയ്യുന്നു ലാലേട്ടൻ ഇസ് ഇൻ മുകുന്ദേട്ട സുമിത്രയെ വിളിക്കുന്നു. ആൻഡ് പുള്ളിക്കാരൻ ഞാൻ ഫസ്റ്റ് മീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഫ്ലോറിൽ ഇരുന്നിട്ട് ഏതോ പാട്ട് പാടിക്കൊണ്ടിരുന്നതാ. അപ്പൊ എനിക്ക് തന്നെ ഞാൻ ഷോക്കായി പോയി. കാരണം ഞാൻ ഒരുപാട് തമിഴ് ഹീറോസ്, തെലുഗു ഹീറോസോടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും ചെയറിലാണ് ഇരിക്കുന്നത്. ആദ്യമാണ് ഒരു സൂപ്പർ സ്റ്റാർ ഞാൻ ഫ്ലോറിൽ ഇരിക്കുന്നത് കണ്ടത്. അപ്പൊ ഞാൻ മേക്കപ്പ് മാൻ, എന്റെ മേക്കപ്പ് മാനെ ചോദിച്ചു,
ഇതെന്താ ഇങ്ങനെ? അപ്പോൾ he said, അമ്മ മലയാളം അങ്ങനെ തന്നെ, വെരി സിമ്പിൾ ആണ്. ആണോ, ഓക്കെ. അപ്പോൾ ഞാൻ പ്രിയനോട് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ഡയലോഗിൻ്റെ പ്രശ്നമുണ്ടല്ലോ, അപ്പോൾ എന്ത് ചെയ്യാൻ? അത് സാരമില്ല, 1 2 3 4 എന്ന് പറഞ്ഞാൽ മതി, നമുക്ക് ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഉണ്ട്, അവർ നോക്കിക്കൊള്ളും. അപ്പോൾ പക്ഷേ അത് മോശമല്ലേ അങ്ങനെ 1 2 3 പറയുന്നത്? സോ ഐ വിൽ ആസ്ക് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്. അതിൽ പ്രത്യേകമായിട്ട് ഐ തിങ്ക് മിസ്റ്റർ ഗോപാലകൃഷ്ണൻ, ഐ എം സോറി, സീൻ കാണിച്ചു തരട്ടെ. രഞ്ജിനിയുടെ വലിയൊരു ഡയലോഗ് പറഞ്ഞു. ഇവിടെയൊക്കെ 1 2 3 4 ആണോ പറഞ്ഞത്? അല്ലല്ല, അത് ഫുള്ളായിട്ട് പറഞ്ഞു. പക്ഷേ ലാസ്റ്റില് ഡയലോഗ് വിട്ടുപോയി, മാറിപ്പോയി, ഏതോ പറഞ്ഞു. അപ്പോ ഞാൻ പ്രിയനോട് ചോദിച്ചു, 1 more എടുത്താലോ എന്ന്. അല്ലല്ല, വേണ്ട, എക്സ്പ്രഷൻ കിട്ടി, മതി, ടെൻഷൻ അടിക്കണ്ട. അന്ന് നമുക്ക് മോണിറ്റർ ഇല്ലല്ലോ പോയി കാണാൻ. അപ്പോൾ whatever the director says അത് വെച്ചിട്ട് ഓക്കെ. ഈ സോങ് ഒരു അത്ഭുതമാണ്. കാരണം ഞങ്ങൾ ഈ ട്രിപ്പൊക്കെ പോകാൻ നേരത്ത് ഞങ്ങൾ ഈ വലിയ ഹോട്ടലിലൊന്നും കയറില്ല, ഏതെങ്കിലും ചെറിയ ഹോട്ടലിലൊക്കെ കയറിയിട്ടൊക്കെ ഫുഡ് കഴിക്കും. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറുമ്പോഴും ഇവിടെ എന്നോട് പറയും, കാരണം എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയും. ഞങ്ങളിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പാട്ട് പറയുന്നവരും. അപ്പോൾ ഇവർ മനഃപൂർവ്വം പോയി CD ഇട്ടിട്ട് ആ പാട്ട് ഇടുക. അങ്ങനെ പല സ്ഥലത്തും അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവിടെ ചെയ്ത് എന്നെ അറിയാതെ വന്നതാണ്. ഞാൻ പറഞ്ഞു, അവൻ ചാൻസിൽ നമുക്ക് ചോദിച്ചു നോക്കാതെ ഞാൻ വിളിച്ചിരിക്കുക, ആ പാട്ട് മാഡത്തിന് വേണ്ടി ഇട്ടതാണ്. അങ്ങനെ പല അനുഭവം പല സ്ഥലത്ത് വെച്ചും ഉണ്ടായിട്ടുണ്ട്. ഈ സോങ് ആണ് അവര് എല്ലാവരും ഇടുന്നതും കാണുമ്പോൾ പാടുകയും ചെയ്യുന്നത്. പക്ഷെ ഈ സീൻ എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഈ കൊട വെച്ചിട്ട് ഇത് തന്നെ ഒരു 20 ടേക്ക് ഞാൻ തന്നെ അത് വേസ്റ്റ് ആക്കി കഴിഞ്ഞത്. ഒരുപാട് റീടേക്ക് ചെയ്തു, എടുത്തോണ്ടിരുന്നു. എന്ത് പറ്റി? എനിക്ക് അന്ന് ഇറ്റ് വാസൻ മൈ ഡേ. അപ്പോ ടൈമിംഗ് തെറ്റുന്നു. ലാലേട്ടൻ ഒരുപാട് ശ്രമിച്ചു. ഞാൻ പറഞ്ഞു, ഇറ്റ്സ് നോട്ട് മൈ. അപ്പൊ നോ പ്രോബ്ലം, ഇറ്റ്സ് നോട്ട് യുവർ. എല്ലാവർക്കും അങ്ങനെ ഒരു ഡേ, പിന്നെ എല്ലാം പെർഫെക്റ്റ് ആയിട്ടില്ലല്ലോ, അപ്പോൾ ഇറ്റ്സ് നോട്ട് എൻ ഇഷ്യൂ. പിന്നെ അതിന്റെ ഡാൻസ് മാസ്റ്റർ പുലിയൂർ സരോജ ആന്റിയാണ്. പുള്ളിക്കാരത്തി ഭയങ്കര ദേഷ്യമാണ്, നീ എന്താ ഡാൻസർ ആണെന്നിട്ട് എന്താ ഇങ്ങനെ കാണിക്കുന്നേ? ഞാൻ പറഞ്ഞു, ആന്റി എനിക്ക് അറിയില്ലല്ലോ, എന്തോ സംഭവിച്ചു. പിന്നെ കുറച്ച് കൂളായിട്ട് റിലാക്സ് ചെയ്തിട്ട് തന്നെ എടുത്തത് ഇത്. രജനി, ഈ സിനിമ എനിക്ക് തോന്നുന്നത് ഇതിന്റെ സൃഷ്ടാക്കൾ തന്നെ, ഇവർ ഉണ്ടാക്കുന്ന പ്രിയം പോലും ഇത് ഇത്രത്തോളം വലിയൊരു ഹിറ്റാകുമെന്ന് വിചാരിച്ചിരുന്നില്ല. 360 ദിവസം ഓടി, 1 വർഷം തികച്ച് ഓടിയ പടമാണ്. രഞ്ജിനി ഒരു ഹൗസ് ഹോൾഡ് നെയിമായി മാറിയത്. നിങ്ങളല്ലേ അങ്ങനെ പറയുന്നേ, പക്ഷേ എനിക്ക് ഇത് ചെയ്തിട്ട് എനിക്ക് ഒരു മലയാള പടവും ഇല്ലല്ലോ. എന്തുകൊണ്ട് രഞ്ജിനിക്ക് സിനിമ വരാറുന്നത്? 1 year ശേഷമാണ് ഒരു മലയാളം മൂവി കിട്ടിയത്. ആഫ്റ്റർ 1 year പെട്ടെന്ന് ഐ ഡോണ്ട് നോ എന്തുകൊണ്ട്. സാധാരണ ഇത്രത്തോളം വലിയൊരു സൂപ്പർ ഹിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാല് ഒരു 6-7 കോൾ ഷീറ്റുകൾ അപ്പുറം ഉണ്ടാവേണ്ടതാണ്. അത് വേറെ എന്തെങ്കിലും സംഭവിച്ചോ? ആരെങ്കിലും പാര വെച്ചാ? സിനിമ മീൻസ് പാറയല്ലേ? സിനിമയുടെ വേറൊരു ഡെഫിനിഷനാണ് സിനിമ മീൻസ് പാര. എന്തായാലും ഇറ്റ്സ് ഓക്കെ. ദൈവം നമുക്ക് എന്നാ തന്നോ അത് മതി. ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. ബിക്കോസ് ഞാൻ അന്ന് ഈ സിനിമ ഇത്ര ഒരു എന്താ പറയാ, ഒരു സിനിമ ഇൻഡസ്ട്രി ഒരു വലിയൊരു ലാൻഡ്മാർക്ക് മൂവി ആവുമെന്ന് ഞാൻ ഇതുവരെ വിചാരിച്ചില്ല, ചിന്തിച്ചില്ല. ഞാൻ ഈവൻ ഐ ലെഫ്റ്റ് ദ ഇൻഡസ്ട്രി ഓൾസോ ഐ ഡിഡ്ന്റ് നോ ദ വാല്യൂ ഓഫ് ചിത്രം അൺടിൽ ഞാൻ ഇവിടെ വന്ന് ഈ കുറെ പ്രാവശ്യം എന്നോട് പറഞ്ഞു, നിനക്കറിയില്ല അതിന്റെ വാല്യൂ എന്താ. എനിക്ക് ഷോക്കിംഗ് ആയിരുന്നു ഈ 1 year ഈ മൂവി റിലീസ് ചെയ്തിട്ട് ഒരു മൂവി പോലും മലയാളത്തിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോ, ആദ്യം എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു ചാൻസ് ഉണ്ടാവാൻ വഴിയില്ല. കാരണം അത്രയും ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന ടൈമാ അത്. അന്നൊക്കെ ഞാനൊക്കെ പോയി കണ്ടിട്ടുണ്ട് 2-3 പ്രാവശ്യം ഫ്രണ്ട്സിന്റെ കൂടെ. കഥാപാത്രം നമ്മുടെ മനസ്സിലെത്തിയിരിക്കണം. അതെ അതെ. എന്നിട്ട് ഒരു 1 year എന്തുകൊണ്ട് കിട്ടിയില്ല എന്നുള്ളത് ഭയങ്കര ഒരു അത്ഭുതം തന്നെയായിരുന്നു. അപ്പൊ അവള് പറഞ്ഞു, എനിക്ക് കിട്ടിയില്ല. അത്ഭുതങ്ങൾ പലതാണ്. എന്താ കാരണം, അന്ന് കോളേജിൽ പഠിക്കുമ്പോൾ പേറുന്ന സുഹൃത്തുക്കളെല്ലാം കൂടിയിട്ട് ആ സിനിമ കാണാൻ പോയിട്ടുണ്ടാവും. അന്ന് ഈ കഥാപാത്രത്തെ പിന്നീട് ജീവിതത്തിലേക്ക് ആനയിക്കുന്നു. സത്യം. അങ്ങനെ അന്ന് കാണുമ്പോ അങ്ങനെ നോക്കിയിരുന്നില്ല. ഇതുമാതിരി ആരെങ്കിലും നമ്മളെ വാടകയ്ക്ക് എടുത്ത് കൊണ്ടുവരുന്നെങ്കിൽ നല്ലായിരുന്നു എന്ന് ആലോചിച്ചിരുന്നു. പക്ഷെ ആള് നമ്മുടെ ലൈഫിലോട്ട് വരുമെന്ന് അതെ ആലോചിച്ചിരുന്നില്ല. ആ ഒരു ടൈമിലുള്ള ഡ്രീം ഒക്കെ ആണല്ലോ അങ്ങനെ. ഇതെല്ലാം നീ പറഞ്ഞല്ലോ വീട്ടില്. വീട്ടിൽ പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും വരട്ടെ. ഹായ് പിയർ ആൻഡ് സാഷ. എനിക്ക് എന്താ ചോദിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബർത്ത്ഡേ കുറിച്ചാണ്. നമ്മുടെ ബർത്ത്ഡേ സെയിം ഡേ ആണല്ലോ, 29th April.
പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ ഒരുമിച്ചാണ് നമ്മുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ഒരു ദിവസം. ഇപ്പോൾ ഞാൻ വേറെ സ്ഥലത്തും നീ വേറെ സ്ഥലത്തുമാണ്. ഇപ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ നമ്മൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. പണ്ട് നമ്മൾ ഒരുമിച്ച് ആഘോഷിച്ചതും ഇപ്പോൾ നമ്മൾ 2 സ്ഥലത്താണ്, അപ്പോൾ സെപ്പറേറ്റാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ അത് തമ്മിൽ ഉള്ള ഒരു വ്യത്യാസം അത് എങ്ങനെയാണ്? ഇപ്പോൾ സാഷയും നിങ്ങൾ ഒരുമിച്ചാണ് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അപ്പോൾ ആ ഡിഫറൻസ് ഹൗ യു ഫീൽ ലൈക്ക് ആ ഡിഫറൻസ് എന്താണെന്നൊന്ന് പറയാമോ? പിയറിന്റെ സഹോദരനാണ്. എന്റെ അനിയനാണ്. അവന് ന്യൂസിലൻഡിലാണ്. ഇപ്പൊ അനിയനാണെങ്കിൽ നിങ്ങൾ ഒരേ ബർത്ത്ഡേ ആണ്. 6 years ഡിഫറൻസ് ഉണ്ട് ഞങ്ങള്. പക്ഷേ ഞങ്ങളുടെ ഡേറ്റ് ഈസ് April 29. അപ്പൊ ഞാൻ എപ്പോഴും അവന് പറഞ്ഞു കുറ്റം പറയും, നീ എന്റെ ഒരു ബർത്ത്ഡേ കളഞ്ഞ ആളാ. രാവിലെ എഴുന്നേറ്റ് ഞാൻ ബർത്ത്ഡേ ആഘോഷിക്കാൻ നോക്കുമ്പോ മമ്മിയും പപ്പയും ആരും കാണാനില്ല. അപ്പൊ ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ അനിയൻ ഉണ്ടായത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അന്ന് തൊട്ട് ഇതുവരെയുള്ള ബർത്ത്ഡേസ് അവൻ ഇനിഷ്യേറ്റീവ് എടുക്കില്ല അവന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട്. അവനറിയാം ഞാൻ എങ്ങനെയൊക്കെ പോയി കേക്കൊക്കെ സംഘടിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ആഘോഷിക്കും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ എപ്പോഴും ബർത്ത്ഡേ ആഘോഷം. ഇപ്പൊ ഒരു 2-3 years ആയിട്ട് അവൻ ന്യൂസിലൻഡിലായതുകൊണ്ട് അവൻ മിസ് ചെയ്യുന്നുണ്ടെന്ന്. അവൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടാവും. മാത്രമല്ല പേര് കംപ്ലീറ്റ് സെലിബ്രേഷൻ മുഴുവൻ സാക്ഷിയുടെ കൂടെ ആയി പോയതാവും. അതെ, രഞ്ജിനിയുടെ കൂടെ പോയത്. അല്ല പുള്ളി എപ്പോഴും 29 എന്തായാലും നോട്ട് ഇൻ ഇന്ത്യ. എപ്പോഴും നമ്മൾ എവിടെയെങ്കിലും ഉണ്ടാവും. നിങ്ങൾക്ക് യാത്ര ഭയങ്കര ഹോബിയാണ്. ഓ യെസ്. നിങ്ങളിപ്പോ കൊച്ചിയിൽ അധികം കാലം സമയമില്ല. വളരെ കുറവാണ് ഉണ്ടാവാറുള്ളത്. ആഘോഷങ്ങളൊന്നും ഉണ്ടാവാറില്ല. കാരണം ഒരു ഹോളിഡേ 3 ദിവസം മാക്സിമം ഒരു 3 ദിവസം കിട്ടിയാൽ ഞങ്ങൾ ഇവിടുന്ന് വിടും. നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്. ഞാൻ ഒരാളെ കൊണ്ടുവരാൻ പറയാം. ഹലോ പിയർ, ഹലോ സാഷ. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം ഒരു താങ്ക്സ് പറയട്ടെ. എന്നെ മോളെ ഒരുപാട് ബുക്സ് സജസ്റ്റ് ചെയ്തതും മോൾക്ക് വേണ്ടി കോച്ചിങ്ങിന് പോകാനുള്ള അഡ്വൈസ് കൊടുത്തതും ഇറ്റ് വാസ് വെരി യൂസ്ഫുൾ. പിയർ, റിയലി താങ്ക് യു. മോളിവിടെ ഇന്ന് സ്കൂളിൽ പോയിരിക്കുന്നതുകൊണ്ട് ഷീ ഈസ് നോട്ട് ഹിയർ അറ്റ് ഹോം. ഇനി അടുത്ത മറ്റേ നോർത്ത് ഇന്ത്യക്ക് പോകുന്ന പറഞ്ഞ കാര്യം എന്താണ്? ഐ വുഡ് ലൈക്ക് ടു റിയലി അക്കോമ്പനി. അന്ന് പറഞ്ഞില്ലേ നമുക്ക് എല്ലാവർക്കും കൂടെ പോകാമെന്ന്. അപ്പോൾ എപ്പോഴാണ് പോകണമെന്ന് നേരത്തെ പറയണേ. സാഷ, സോ വാട്ട്സ് ഹാപ്പനിങ്? ട്രിവാൻഡ്രത്ത് വരുമ്പോൾ ഇനി കാണാൻ മറക്കരുത്. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. ജോസേട്ടൻ എപ്പോഴും കാണുമ്പോൾ പറയും, ഞാൻ ഫോട്ടോ ഒക്കെ കാണുന്നുണ്ട്, അടുത്ത പ്രാവശ്യം മുമ്പ് എന്നെ വിളിക്കണം കേട്ടോ എന്ന് പറയും. അത് ഞങ്ങളുടെ ഈ എല്ലാരും പോലെ ഇങ്ങനെ നേരത്തെ ഒരു 2-3 മാസം മുമ്പ് പ്ലാൻ ചെയ്യണ പരിപാടിയല്ല. ഓൾ ലാസ്റ്റ് ഒരു പോക്ക് പോയി എത്ര ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരും? 1 month time. 1 month. അതായത് ദാറ്റ് ഈസ് ഓൺലി ഡ്യൂറിംഗ് ദ സമ്മർ ടൈംസ്. ഓണത്തുകളെ നമുക്ക് എന്തായാലും 10 ദിവസം ഹോളിഡേ ഉണ്ടാവല്ലേ. We went for 14 days. പിന്നെ ഏപ്രിൽ മെയ് ടൈമിലാണ് ഈ ഒരുപാട് സൈറ്റിംഗ്സ് ഉണ്ടാവുന്ന സീസണാണ്. അല്ല, ഞാൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി കൂടെ കണക്ട് ചെയ്തിട്ടാണ് പോവാറുള്ളത്. അപ്പോൾ ഈ കൂടുതൽ വെള്ളമൊക്കെ കാടിന്റെ ഉള്ളിൽ ഇല്ലാത്തൊരു സമയത്താണ് കൂടുതൽ പുറത്തേക്ക് ആനിമൽസ് വരുന്നതും നമുക്ക് സൈറ്റിംഗ് കൂടുതലുള്ളത്. ഈ രഞ്ജിനിയെ കണ്ട ശേഷമാണോ വന്യമൃഗങ്ങളോട് താല്പര്യം? ഞാൻ നല്ല ചോദ്യം ചോദിച്ചു. സത്യം. അതായത് രഞ്ജിനിയുമായിട്ടുള്ള വിവാഹശേഷമാണ് വന്യമൃഗങ്ങളുമായിട്ടുള്ള ബന്ധം അദ്ദേഹം ആരംഭിച്ചത്. അല്ലൊക്കെ തിരിച്ചവിടേക്ക് ചെല്ലുമ്പോൾ വരട്ടെ. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഒരു പാഷനായിട്ട് കൊണ്ടു നടക്കുന്ന കാര്യം അറിയാം. അതിൽ അല്പം അഡ്വഞ്ചറസ് ആയിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഫീൽഡിൽ വെച്ചുണ്ടായതായിട്ട് പറയാൻ പറ്റുമോ? അങ്ങനെയുള്ളത് എന്തെങ്കിലും വിവരിക്കാനായിട്ട്. ഒരിക്കൽ ഒരു കരടിയുടെ ഫോട്ടോ എടുക്കുമ്പോൾ അതിങ്ങനെ ആ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ആ കരടി നിങ്ങളുടെ വണ്ടിയുടെ പുറകെ ഓടി വന്നിട്ട് നിങ്ങളെ അടുത്ത് വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു അനുഭവം, അത് എന്താ ഉണ്ടായി? നിങ്ങളെ ആക്രമിക്കാൻ വരും അങ്ങനെ ഉണ്ടായി? എന്നിട്ട് അതിനെക്കുറിച്ച് വേറെ ചില കഥകൾ കേൾക്കുന്നുണ്ട്. വന്നപ്പോൾ നിങ്ങളെ കണ്ടിട്ട് കരടി തിരിച്ചോടി പോയതായിട്ട് ഒരു കഥ കേൾക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന ആ അനുഭവം? അതൊന്ന് വിവരിക്കാൻ പറ്റുമോ? എന്ന് മുതലാണ് ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ ഒരു താല്പര്യം ജനിച്ചത്? ചെറുപ്പത്തിലെല്ലാം എൻ്റെ സ്കൂൾ ഡേയ്സ് കോളേജ് ഡേയ്സിൽ വരയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അത് പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മുടെ ഈ സ്റ്റഡീസും പിന്നെ ബിസിനസ് പരിപാടിയിലൊക്കെ പിന്നെ നമുക്ക് ആ ഒരു പേഷ്യൻറ്റും ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ അങ്ങ് വിട്ടുകളഞ്ഞു. പിന്നെ ഇപ്പോൾ വെരി റീസെൻ്റ്ലി അപ്പോൾ എനിക്ക് രണ്ടാമത് പെയിൻറ്റിങ്ങിലേക്ക് പോകാൻ താല്പര്യമില്ലാത്ത ഒരു ഇത് വന്നപ്പോൾ ഫോട്ടോഗ്രാഫി ഇങ്ങനെ മനസ്സിലാലോചിച്ചു. അങ്ങനെയാണ് ഞാൻ ഫോട്ടോഗ്രാഫി ഒരു കുറച്ച് ഒരു ചലഞ്ച്
ഇത് ബന്ദിപ്പൂരിൽ വെച്ചിട്ട് ഫസ്റ്റ് ടൈം ഈ സ്ലോട്ട് ബെയറിനെ ഫോട്ടോ എടുക്കുന്നതാണ്. അതും പെട്ടെന്നായിരുന്നു ഇത് ചാർജ് ചെയ്ത് ഞങ്ങളുടെ ജീപ്പിലേക്ക് വന്നു, ഈ അമ്മയും മോനും കൂടെ. അപ്പോൾ ഉള്ളിലിരുന്നവരെല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു, കാരണം ഞാൻ ക്യാമറ എല്ലാം പിടിച്ചിട്ട് ഈ ജീപ്പിന്റെ പുറത്ത് ഇങ്ങനെ തൂങ്ങിക്കിടന്ന് നിൽക്കുക. എല്ലാവരും ഇവരൊക്കെ അകത്ത് കയറുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇത് മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനായിരുന്നു ആ ഓടി വരുന്നത്. എങ്ങനെയായാലും ഫോട്ടോ എടുക്കണം, വിത്തിൻ സെക്കൻഡ്സ് ആയിരുന്നു. അത് ഫോട്ടോ എടുത്ത് ഉള്ളിൽ കയറി. അപ്പം ഇതിന്റെ ശരിക്കുള്ള ഒരു ഡേഞ്ചർ എനിക്ക് അപ്പോൾ അറിയില്ലായിരുന്നു. ഞാൻ അകത്തേക്ക് വലിഞ്ഞു കയറിയതിന് ശേഷമാണ് ഡ്രൈവർ പറയുന്നത്, സർ ഇതാണ് ഏറ്റവും ഡേഞ്ചറസ് ആനിമൽ ഫോറസ്റ്റില്, ഇത് വന്ന് കൈവച്ച് അടിക്കും, ചിലപ്പോൾ ചാടി ജീപ്പിന്റെ മേളിൽ കയറി ഗ്ലാസ് ഒക്കെ അടിച്ച് പൊട്ടിക്കും, ഭയങ്കര ഡേഞ്ചറസ് ആണ് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു. ഫോട്ടോ കിട്ടിയോന്ന് ഞാൻ പറഞ്ഞു, കിട്ടിയ അതാ വേണ്ടേ. അതൊരു വല്ലാത്തൊരു അനുഭവം, ഇപ്പൊ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. പെട്ടെന്നാണ് വിത്തിൻ സെക്കൻഡ്സ് ബുഷിന്റെ ഉള്ളിൽ നിന്ന് ചാടി വന്നു. വളരെ ഫാസ്റ്റ് ആയിട്ട് പേടിച്ചു പോയാ? ഇല്ല, ഞാൻ അകത്തേക്ക് കൈയിടെന്ന് പറയുന്നത് ഞാൻ, കാരണം നമുക്ക് അതിനെ പറ്റി അറിയാത്തോണ്ടാണ്. അതിന്റെ ആ ഒരു അത്ര അപകടം നമുക്ക് അറിയില്ലായിരുന്നു അന്ന്. അതുകൊണ്ടാണ് ഞാൻ ഫോട്ടോ എടുത്തത്. അതല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ഉള്ളിൽ കയറി ക്യാമറ ഒന്നും എടുക്കാൻ നിൽക്കില്ലായിരുന്നു. വരട്ടെ, ഒരാളും കൂടി വരുന്നു. രഞ്ജനി എന്നോട് ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞാൻ എറണാകുളം കളക്ടറായിരിക്കുമ്പോഴാണ് രഞ്ജനിയുടെ ഹസ്ബൻഡ് പേരും പരിചയപ്പെടുന്നത്. ബട്ട് പരിചയപ്പെടുന്നത് എറണാകുളം കളക്ടറായിരിക്കുമ്പോഴെങ്കിലും രഞ്ജനി ഈസ് വെരി ഫേമസ് ഫിഗർ ഇൻ തമിഴ്നാട്. രഞ്ജനിയോടും പേരോടും ചോദിക്കാനുള്ള ഒരു ചോദ്യം എനിക്കുണ്ട്. എസ്പെഷ്യലി ഒരുപാട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫ്സ് ഞാൻ എപ്പോഴും ഫേസ്ബുക്കിലോട് കൂടി കാണാറുണ്ട്. അപ്പോൾ എപ്പോഴും ഐ വാസ് വണ്ടറിങ് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു ഫോട്ടോഗ്രാഫ്സ് അവർ എടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ അവരുടെ എന്തെങ്കിലും വൈൽഡ് ലൈഫ് ടൂറിന് എന്നെയും ഒരു പ്രാവശ്യം വിളിച്ചുകൊണ്ട് പോകുമോ എന്നുള്ളതാണ് എനിക്കുള്ള ചോദ്യം. രഞ്ജനിയുടെ പഴയ ഫാനാണ് മൂപ്പർ. അതെ, രഞ്ജനി വളരെ ചിരപരിചിതയാണ്. എനിക്ക് വളരെ എന്താ പറയാ, ഫുൾ ഓഫ് റെസ്പെക്ട് മാത്രമല്ല, ഐ മീൻ നോ വേർഡ്സ് ടു ഡിസ്ക്രൈബ് രാജമാണിക്കം സാറിയും പിന്നെ ഓഫ് കോഴ്സ് നിശാന്തി മാം കമ്മീഷണർ ഇറക്കുമ്പോൾ. കാരണം അത്രയ്ക്ക് പീപ്പിൾസ് കളക്ടർ അല്ലേ, അത്രയ്ക്ക് ഞാൻ തന്നെ ഒരുപാട് ഞെട്ടിപ്പോയിട്ടുണ്ട്. രാത്രി 11 o'clock ആയിരുന്നാലും കൂടെ, ഈവൻ 12 midnight ഓൾസോ ഹിൽ ബി ദേ ഹെൽപ്പിംഗ് പീപ്പിൾ. ഞാൻ ആ ക്യാമ്പ് ഓഫീസിൽ ഞാൻ കണ്ടതാണ്. ഞങ്ങൾ നിർഭയാന് ഈ സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ തുടങ്ങിയ പ്രൊജക്റ്റിൽ ഒരുപാട് ഞങ്ങൾ മീറ്റിങ്സിലൊക്കെ പോയിട്ടുണ്ട്. പുള്ളിക്കാരൻ വളരെ ബിസിയാണ്. എന്നാലും ഓരോരോ കോൾസും പബ്ലിക് എവിടെയൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഹീ വിൽ പിക്ക് അപ്പ് ദ കോൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് മീറ്റിംഗ് കഴിഞ്ഞിട്ട് പോയി അത് തീർത്തിട്ടാണ് പറഞ്ഞത്. സോ ബോത്ത് ഓഫ് ദം, നിശാന്തി മാം ഓൾസോ. അപ്പം നിങ്ങൾ ഇനി അടുത്ത വൈൽഡ് ലൈഫ് യാത്രയ്ക്ക് പോകുമ്പോൾ ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കബിനി പോകുമ്പോൾ സാറിനെ ഞാൻ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ടുണ്ട്. കരടിയുടെ മുമ്പിൽ ഒന്ന് ഇട്ട് കൊടുത്തേക്കരുത്. അല്ല, ബ്ലാക്ക് പാന്തർ അല്ല, എനിക്ക് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നേക്കണം. അല്ല, എനിക്ക് ഭയങ്കര ഇപ്പം ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പാഷൻ ആൻഡ് എ ഹോബി എൻ്റെ. കാരണം ഇതിലേക്ക് പൈസ അങ്ങോട്ട് ഇടലുള്ളൂ, ഇങ്ങോട്ട് ഇടല് കണക്കാം. അപ്പൊ ഇതിൽ കുറച്ച് വാങ്ങില്ലേ, വളരെ ആരും വാങ്ങിക്കില്ല. സം എക്സിബിഷൻ, സം മാഗസിൻസിന്റെ കവർ പേജസ് ഒക്കെ വന്നു കഴിഞ്ഞാലാണ് അങ്ങനെ ഒരു ഇതിലേക്ക് വരുന്നത്. നമ്മൾ ചെലവാക്കുന്നതനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ മനസ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ. അതിൽ രാജമാണിക്കം സാർ എന്നെ ഒരു ദിവസം കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ ഫേസ്ബുക്കിലെല്ലാം ഒരുപാട് ആളുകളുടെ ഫോട്ടോസ് ഒക്കെ കാണുന്നുണ്ട്, ആകെ ലൈക്ക് അടിക്കുന്നത് പിയന്റെ ഫോട്ടോയ്ക്കാന്ന് പറഞ്ഞു. സോ ദാറ്റ്സ് ഒരു എന്താ പറയാ, ഒരു മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. രാജമാണിക്യം നിങ്ങളുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റ്സിനെ കുറിച്ചും പെർസ്പെക്റ്റീവിനെ കുറിച്ചും ആ ഒരു പ്രതിബദ്ധതയെ കുറിച്ചൊക്കെ പറഞ്ഞു. എനിക്ക് ഒരാൾ somebody is coming to speak about that. Let us see. ഈ അടുത്ത നമ്മുടെ ഒരു സഹപ്രവർത്തകയ്ക്ക് ഒരു ദുരനുഭവം ഉണ്ടായി. അതിനെക്കുറിച്ച് എല്ലാ ചാനലിലും ന്യൂസ് ചാനലിലൊക്കെ വളരെ സജീവമായ ചർച്ചകൾ നമ്മൾ സിനിമാക്കാരും രാഷ്ട്രീയക്കാരും പല മേഖലകളിലുള്ളവരും ചർച്ച നടത്തുന്നുണ്ടായിരുന്നു. രഞ്ജിനി മാത്രമാണ് വളരെ കൃത്യമായ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. വളരെ ഗൗരവമായിട്ടാണ് ആ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നെപ്പോലെ തന്നെ പലർക്കും രഞ്ജിനി പറയുന്ന ആ കാര്യങ്ങൾ അറിയുവാൻ ആഗ്രഹമുണ്ട്. JB ജംഗ്ഷൻ പോലെയുള്ള ഈ പ്രോഗ്രാമിൽ രഞ്ജിനി ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും, എനിക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് രഞ്ജിനി അത് ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. രഞ്ജിനി, ഈ അടുത്ത കാലത്തായിട്ട് രഞ്ജിനി ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ ലെവലിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അതിലൊന്നും എനിക്കൊന്ന് ഉഷ, നിങ്ങളുടെ പഴയ സഹപ്രവർത്തകർ പറഞ്ഞു,
ഈ ഒരു സംഭവം വന്നപ്പോൾ വളരെ കോൺക്രീറ്റ് ആയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞ രഞ്ജിനിയാണ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, ശശികലയ്ക്കെതിരെ വാളെടുത്തിറങ്ങി. ഇത് നോക്ക്, രഞ്ജിനി സാക്ഷാ സെൽവരാജു. Justice prevails. Finally, the Mannagudi mafia gets locked up permanently. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ യഥാർത്ഥത്തിൽ? അങ്ങനെയില്ല. Thing is, I like to voice out. അത് മനസ്സിലുള്ളത് പറയണമെന്ന് താല്പര്യമുണ്ട്. Of course അല്ലേ, പിന്നെ ലോ പഠിച്ചിട്ട് ചുമ്മാ വെറുതെ അല്ല ലോ പഠിച്ചത്. ഞാനപ്പോൾ ചോദിക്കുമായിരുന്നു, കേരളത്തിലായതുകൊണ്ടാണോ നീ ഇങ്ങനത്തെ പോസ്റ്റൊക്കെ ഇടുന്നത്? തമിഴ്നാട്ടിലാണെങ്കിൽ ഇടുമോ? പറഞ്ഞു ഇല്ല, ഞാൻ തമിഴ്നാട്ടിലായാലും. തമിഴ്നാട്ടിലാണ് അവർ കത്തിക്ക് ചിലപ്പോൾ ശ്രദ്ധിക്കണം. കേരളം നൽകുന്ന ഒരു വലിയൊരു സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട്. എനിക്ക് സമാനമായ ചോദ്യങ്ങളായിട്ട് വേറെ ആളും കൂടെ വരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. തമിഴ്നാട് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട രഞ്ജിനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിംഗ് കണ്ടപ്പോഴാണ് വിളിച്ചത്. ശശികലയുടെ രാഷ്ട്രീയ പ്രവേശനവും മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു പോസ്റ്റിംഗ് അന്ന് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടല്ലോ. അതിലൊരു ധാർമ്മിക രോഷം പ്രകടിപ്പിച്ചുകൊണ്ടാണ് രഞ്ജിനി അതിൽ എഴുതിയിരുന്നത്. അത് വളരെ മനോഹരമായിട്ടുള്ളൊരു പീസായിരുന്നു. ഇപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, അതിനുശേഷം കേരളത്തിലും ധാരാളം പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ നേർക്കുള്ള ആക്രമണം അടക്കമുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കൊച്ചിയിലുള്ള സംഭവത്തിലും രഞ്ജിനിയുടെ പ്രതികരണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ചലച്ചിത്രത്തിനപ്പുറം ഇതുപോലെയുള്ള സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ വളരെ സജീവമാകാനുള്ള പരിപാടിയുണ്ടോ? ഇനിയും ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു സാന്നിധ്യം ആവശ്യമായിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ രഞ്ജിനി വളരെ സജീവമായി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്ന സാഹചര്യം മേലിലും ഉണ്ടാകുമോ? MK മുനീർ ഒരു മുൻ മന്ത്രി കൂടിയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ്. രഞ്ജിനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് കേട്ടോ. ബട്ട് യു ഷുഡ് ബി ഹാപ്പി. എന്താ കാരണം വെച്ചാൽ രഞ്ജിനിയുടെ ഓരോ പ്രതികരണങ്ങളും പല ആൾക്കാരും ശ്രദ്ധിക്കുന്നുണ്ട്. ഇത്രയും പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചിരിക്കുന്നു. എന്താണ് ഇത്? അതെന്തുകൊണ്ടാണ്? ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഇതുണ്ടോ? അതാണ് അങ്ങനെ ഞാൻ എനിക്ക് എന്തെങ്കിലും ഇൻജസ്റ്റിസ് കണ്ടാൽ ഐ ജസ്റ്റ് ഹാവ് ടു ഗോ ആൻഡ് ആസ്ക്. ഞാൻ അങ്ങനെയാണ് പഠിക്കുമ്പോൾ തന്നെ ഇത് എനിക്ക് മോൾഡ് ചെയ്തത് ശരിക്കും ഞാൻ ലണ്ടനിൽ ഇരിക്കുമ്പോഴാണ്. കാരണം ഞാൻ സിനിമ ഫീൽഡിൽ ഇരിക്കുമ്പോൾ യങ് ഏജിലല്ലേ വന്നത്. അപ്പോൾ നമുക്ക് ലോകം അറിഞ്ഞിട്ടില്ല വാട്ട് ഈസ് ഇറ്റ് അബൌട്ട്. എൻ്റെ മദറാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊണ്ടിരുന്നത്. സോ ഐ വാസ് എ വെരി ഷൈ ടീനേജർ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ലണ്ടനിലേക്ക് ലണ്ടനിലേക്കുള്ള പോക്കിനെ കുറിച്ച് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്യുന്നത് ഈ പറഞ്ഞ എന്ത് കാരണം കൊണ്ട് ഒരു ഷൈ ടീനേജർ ലണ്ടനിൽ ചെന്നിട്ട് ജീവിക്കണമെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ടാണ്. അങ്ങനെയാണ് ഞാൻ എന്നെ തന്നെ കുറച്ച് യെസ് അബ്സല്യൂട്ട്ലി ട്രാൻസ്ഫോർമേഷൻ അവിടെയാണ് ശരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് ഞാൻ MNCസിൽ ഒരുപാട് ജോലി ചെയ്ത ഒരു വ്യക്തിയാണ്. സോ ഐ സ്റ്റാർട്ടഡ് മൈ കരിയർ ലൈക്ക് നോർമൽ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ടീം ലീഡർ, അങ്ങനെ ഒരുപാട് ഐ വാസ് പ്രൊമോട്ടഡ്. സോ ഈ പ്രൊമോഷൻ എങ്ങനെ വരുന്നു? യു ഹാവ് ടു എന്താ പറയുക, യു ഹാവ് ടു ഫൈറ്റ് ഫോർ ഇറ്റ്. ഫൈറ്റ് മീൻസ് ഇങ്ങനെയല്ല, നമ്മൾ ബുദ്ധി കൊണ്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെയാണ് സ്ലോലി അങ്ങനെ ട്രാൻസ്ഫോം ആകുന്ന കാരണം കൊണ്ട് ഞാൻ അവിടെ ലണ്ടനിൽ ഇരിക്കുമ്പോൾ ഐ ഡിഡ് ലോട്ട് ഓഫ് വോളണ്ടറി വർക്ക് ആസ് വെൽ റിഗാർഡിങ് ഫീമെയിൽ സേഫ്റ്റി. സോ ഇവിടെ വന്നിട്ട് നിർഭയ, രാജമാണിക്കം സർ പറഞ്ഞ പോലെ ഞങ്ങളെല്ലാവരും നിർഭയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു. ദർ ആർ സോ മെനി ചൈൽഡ് ലൈൻ, കുടുംബശ്രീ, ഒരുപാട് ആൾക്കാരുടെ എല്ലാവരും ജോയിൻ ചെയ്തിട്ടാണ് നിർഭയ എന്തെങ്കിലും നമുക്ക് ചെയ്യണമെന്ന്. പക്ഷേ ഡ്യൂ ടു സം റീസൺ ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് സ്ത്രീ സുരക്ഷ, അതും എല്ലാം വന്ന് അതും നടന്നിട്ടില്ല. പിന്നെ പിങ്ക് പോലീസ് പെട്രോൾ, അതിലെയും ഞാൻ ഇനോഗ്രേഷൻ പോയിരുന്നു. പിന്നെ അത് വലിയ രീതിയിൽ വരും. ഞാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അറ്റ്ലീസ്റ്റ് നമ്മളുടെ ബിക്കോസ് എല്ലാ സ്റ്റേറ്റ്സും ഇവിടെ കേരളമാണ്
ലേഡീസ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ് കേരളയിൽ. പക്ഷേ എനിക്ക് വളരെ സങ്കടം, ബിക്കോസ് ഞാൻ ഇവിടെ അല്ലേ ജീവിക്കുന്നത്. സങ്കടം എന്ന് വെച്ചാൽ ഇത് ഒരു വലിയ ഫാൻഫെയർ ആയിട്ട് തുടങ്ങും, പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ഓഫായി പോകും. അപ്പോൾ നാച്ചുറലി ഫ്രം നിർഭയ, സ്ത്രീ സുരക്ഷ ഇങ്ങനെ വരുമ്പോൾ എനിക്ക് തന്നെ ഐ റിയലി ഗെറ്റ് ഫെഡ്. ഒരാളത് ഈ സമയത്ത് ഇടപെടാൻ വേണ്ടി ഓക്കെ. ഹായ് രഞ്ജിനി, കുറേ നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. ഞാൻ രഞ്ജിനിയുടെ ഒരുപാട് സിനിമകൾക്ക് ഡബ് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് മുകുന്ദേട്ട, സുമിത്ര വിളിക്കുന്നു, ചിത്രം അല്ലേ, വേറെയും കുറേ സിനിമകളൊക്കെ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു സിനിമ സംബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ അല്ല എനിക്ക് രഞ്ജിനിയോട് ചോദിക്കാനുള്ളത്. സാധാരണഗതിയിൽ നമ്മൾ സിനിമയിലുള്ള സ്ത്രീകൾ പൊതുവേ പുറത്തെ കാര്യങ്ങൾക്ക് അഭിപ്രായം പറയാൻ എപ്പോഴും മടിക്കുന്നവരാണ്. പക്ഷെ രഞ്ജിനി ഒരു അന്യഭാഷ പെൺകുട്ടിയായിരുന്നിട്ട് പോലും ഈ നാട്ടിൽ ചേക്കേറി വന്നൊരു മരുമകളായിട്ട് പോലും നമ്മൾ എവിടെ താമസിക്കുന്നു അവിടുത്തെ പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടണം എന്ന് വിചാരിക്കുന്ന ഒരു വലിയ നല്ല മനസ്സിൻ്റെ ഒരു ഉടമയാണ്. എന്തു തോന്നുന്നു കേരളത്തിലെ ജീവിതം, കേരളത്തിലെ ജനങ്ങളുടെ മാനസികാവസ്ഥ? ഈ ചോദ്യത്തിന് ഉത്തരം പറയണം. ഞാൻ ഒരുപാട് കൺട്രീസിൽ ഞാൻ വളർന്നും പിന്നെ ഓഫ് കോഴ്സ് ജീവിച്ചിട്ടുണ്ട് ഒരു വ്യക്തിയാണ്. ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എമംഗ് ഓൾ ദ കൺട്രീസ് ഐ വിസിറ്റഡ് ഐ പ്രിഫർ കേരള. നിങ്ങളെല്ലാവരും വിചാരിക്കുമ്പോൾ ബിക്കോസ് ഞാൻ ഇവിടെ താമസിക്കുന്ന കാരണം കൊണ്ടാണ് അങ്ങനെ ഞാൻ പറയുന്നത്. അങ്ങനെയല്ല, ബിക്കോസ് നമുക്ക് നാച്ചുറൽ ബ്യൂട്ടി ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മളുടെ ആൾക്കാർ ഹൈലി എഡ്യൂക്കേറ്റഡ്. ഞാൻ ഇതുവരെ ഓഫ് കോഴ്സ് ലിറ്ററസി റേറ്റ് ഐ മീൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ കേരളമാണ് ആദ്യം എല്ലാവരും പറയുന്നത്. അതുപോലെയല്ല എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് ഐ ഗോട്ട് ഇംഗ്ലീഷ് ഫ്രണ്ട്സ്. സോ എല്ലാവരും കേരള, ഓ വാവ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ബീച്ച്, അങ്ങനെയാണ് എല്ലാവരും. ആൻഡ് ഓൾസോ കൾച്ചർ. സോ ഇത്രയ്ക്ക് ഒരു റിച്ചാണ് ഒരു സ്റ്റേറ്റ് ഇരിക്കുമ്പോൾ എനിക്ക് വളരെ സങ്കടം. ഇപ്പോൾ ഡേ ബൈ ഡേ നമുക്ക് ഒരുപാട് ക്രൈംസാണ് കൂടിക്കൊണ്ട് വരുന്നത്. ആൻഡ് ഓൾസോ ലേഡീസ് മാത്രമല്ല, ഈവൻ ദ സ്റ്റുഡൻസ്, ഈ ജിഷ്ണു ആൻഡ് സോ മെനി പീപ്പിൾ ഹാവ് കമ്മിറ്റഡ് സൂയിസൈഡ് ഓർ മേർഡേഡ്. സോ ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടം. ഐ യൂസ് ടു ടെൽ ഇതെന്താ ആരും ചോദിക്കാൻ ഇവിടെ ഇല്ലേ? ബിക്കോസ് നമ്മൾ സിനിമയിൽ ഇരിക്കും മീൻ സെലിബ്രിറ്റിന്ന് പറയുന്നു, പക്ഷെ ആരും ഇത് വോയിസ് ഔട്ട് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് എനിക്ക് സന്തോഷத்துக்கு വേണ്ടി ഐ ഹാവ് ടു വോയിസ് ഔട്ട്. അപ്പോൾ ഈ യൂസ് ടു സേ ഇത് നീ നനയ്ക്കുന്ന പോലെ ഒരു ലണ്ടനോ സിംഗപ്പൂർ അല്ല, ഇവിടെ ആൾക്കാർ നിന്നെ അതെ. അപ്പൊ കൊട്ടേഷൻ ഉണ്ടാവും നിനക്ക്. ഞാൻ പറഞ്ഞു കൊട്ടേഷൻ വന്നാൽ കൊട്ടേഷൻ വന്നാൽ ഞാൻ അത് നോക്കിക്കൊള്ളാം. അത് പല സംഘടനകളും പേരെടുത്ത് പറയുമ്പോൾ ഞാൻ പറയും അതൊന്നും ഇത്തിരി സൂക്ഷിക്കണം. ശിവസേനക്കെതിരെ രഞ്ജിനിയുടെ ഇപ്പോഴത്തെ ഒരു ആരോഗ്യസ്ഥിതി വെച്ച് അങ്ങനെയുള്ള കൊട്ടേഷൻ ഒന്നും നടക്കും തോന്നില്ല. ഇല്ല, ഞാനും പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ ധൈര്യമായിട്ട് യു വോയിസ് ഔട്ട്. കൗണ്ടർ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് anyway and there are so many people എല്ലാവരും I'm sure ഞാൻ കേരളത്തില് നമ്മുടെ അഭിപ്രായങ്ങൾ സ്വതന്ത്രമായിട്ട് പ്രകടിപ്പിക്കുക. ഒരുപക്ഷെ മറ്റൊരു സംസ്ഥാനത്തും അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. അതാണ് എൻ്റെ ഇത്. കേരളത്തിൽ നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ ആരെ പേടിക്കേണ്ട കാര്യമില്ല. അതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം, ഇതുവരെയുള്ള യാഥാർത്ഥ്യം. ഇപ്പൊ നാളെ അങ്ങോട്ട് ആ പറയുന്നത് സത്യമാണ്. നമുക്ക് നമ്മുടെ കേരളത്തിൽ ഭയങ്കര അനുഗ്രഹീതമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, എഡ്യൂക്കേറ്റഡ് ആണ്, നമ്മൾ എന്തും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ആളുകളാണ്. പക്ഷെ എന്നിട്ടും നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വളരെ മോശമായ പല പ്രവണതകളും ഉണ്ടാകുന്ന പല ഇൻസിഡൻസും സങ്കടം വരുന്നത്. എന്തായാലും രഞ്ജിനെ പോലുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ഒരു സാമൂഹ്യ പ്രതിബദ്ധത, ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ്, ഒരു സോഷ്യൽ റെസ്പോൺസ് കാണിക്കുന്നത് വളരെ സ്വാഗതാർഹമാണ്. രഞ്ജിനെ പോലുള്ള ആൾക്കാർ ഇങ്ങനെയുള്ളൊരു സാമൂഹ്യ പ്രതിബദ്ധത, ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ്, ഒരു സോഷ്യൽ റെസ്പോൺസ് കാണിക്കുന്നത് വളരെ സ്വാഗതാർഹമാണ്. എനിക്കൊന്ന് പറ്റി പല ആൾക്കാരും രഞ്ജിനിയുടെ ആ ഒരുപക്ഷെ സിനിമയെക്കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ അവർ പറയാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഒന്നോ രണ്ടു പേരും കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ അമ്മയെ പറ്റി ഫസ്റ്റ് സിനിമ ആക്ടേഴ്സ് അതൊക്കെ എങ്ങനെ അറിഞ്ഞു, എങ്ങനെ നിങ്ങൾ ഇത്ര ശ്രദ്ധയെടുത്ത് അവരുടെ പേരിൽ ഒരു അവാർഡ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്തത് എനിക്ക് വളരെ 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 സന്തോഷമാണ്. അത് എങ്ങനെ നിങ്ങൾക്ക് ഈ ഇത് വന്നോ അറിയത്തില്ല. ബട്ട് വൺ തിങ് എനിക്ക് നല്ലോണം അറിയാം, നിങ്ങൾ ചെയ്യുന്ന സോഷ്യൽ വർക്ക്, ഏഴകൾക്ക് എത്ര വ്യവഹാരം ചെയ്യുന്നു, അത് എനിക്ക് കേൾക്കുമ്പോൾ
ഞാൻ അപ്പോഴും ന്യൂസൊക്കെ പാക്കുമ്പോൾ എനിക്ക് വളരെ വളരെ സന്തോഷമാണ്. കമല ആന്റി. യെസ്, കമല ആന്റി എന്ന് പറയുമ്പോൾ എനിക്ക് അവരെ ശരിക്കും ഐ ഡിഡ്ന്റ് നോ എനിത്തിങ് അബൌട്ട് ഹർ. ഞാനൊരു ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു nearly 2 years അല്ലേ. കമല ആന്റിയുടെ പറഞ്ഞ വാചകങ്ങൾ രഞ്ജിനിയുടെ മനസ്സ് തട്ടിയ? Yeah, because it touched your heart? Yes, it did touch my heart. കാരണം it's not, എന്താ പറയാ, എനിക്ക് വേണ്ടിയല്ല. The heart has touched your eyes also. I know. What I meant was കമല ആന്റിയുടെ അമ്മ TP രാജലക്ഷ്മി, അവരാണ് ഫസ്റ്റ് സൗത്ത് ഇന്ത്യ ടോക്കീസുള്ള ഹീറോയിൻ. അത് മാത്രമല്ല ദ ഫസ്റ്റ് ലേഡി ഡയറക്ടർ, പ്രൊഡ്യൂസർ, സ്ക്രിപ്റ്റ് റൈറ്റർ. ഒരു വലിയ ലിസ്റ്റാണ്. ഞാനൊരു ബുക്ക് ഇപ്പോൾ 2 years ആയിട്ട് ഐ വാണ്ട് ടു കോൺട്രിബ്യൂട്ട് ട്രിബ്യൂട്ട് ടു ലേഡി ആർട്ടിസ്റ്റ്. കാരണം നമ്മൾ എപ്പോഴും സിനിമയിൽ പറയുമ്പോൾ മെൻ ആണ് പറയുന്നു എല്ലാവരും. ഓക്കെ, ലേഡീസ് എപ്പോഴും സൈഡായിട്ടാണ്, ആരും ഒരു എന്താ പറയാ റെക്കഗ്നിഷൻ കൊടുക്കുന്നില്ല. അന്നത്തെ 30s ഉള്ള അഭിനയിക്കുമ്പോൾ ലേഡീസ്ക്ക് ഫ്രീഡം ഇല്ല. And not only that, she was supporting the Congress and she was fighting for the British. So ഒരു revolutionary ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റും കൂടെ. പിന്നെ ഇത്ര ഒരു ഇത് ചെയ്ത വ്യക്തിക്ക് nobody knows. ഇപ്പോൾ ജനറേഷൻ ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ അത് കാരണം ഐ ഫീൽ വെരി ബാഡ്. സോ അതാണ് ഞാൻ അവരുടെ പേരിൽ എന്തെങ്കിലും ഒരു അവാർഡ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി എ റിമെമ്പറൻസ്. എല്ലാ ഫീമെയിൽ ആർട്ടിസ്റ്റ്, ഞാൻ മാത്രമല്ല, എല്ലാവരും സൗത്ത്, ഇൻഫാക്ട് ദി എൻറ്റയർ സൗത്ത് ഇന്ത്യ ഷുഡ് പ്രൈസ് TP രാജലക്ഷ്മി അമ്മാവ്. കാരണം അവരില്ലെങ്കിൽ നമ്മളിപ്പോൾ ലേഡി ആർട്ടിസ്റ്റ് ഉണ്ടാവില്ലല്ലോ. പിന്നെ ഇപ്പോൾ നമ്മൾ ക്യാമറമാൻ ഉണ്ട്, so we should give her tribute. And I feel that അവർക്ക് ഇതുവരെ നല്ല രീതിയിൽ ട്രിബ്യൂട്ട് ഉണ്ടായിട്ടില്ല. സോ എനിക്ക് എന്നാലും முடிஞ்சது இவ்வளவு தான். That's what I did, nothing else.